നിങ്ങളിപ്പോൾ കോഡിംഗ് ജേണി സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ IT ഫീൽഡിൽ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തോ. കോഡിങ്ങിന് വേണ്ടി നല്ലൊരു ലാപ്ടോപ്പ് ചൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ്പെൻസീവ് ലാപ്ടോപ്പ് തന്നെ ആവണമെന്നില്ല. നിങ്ങളുടെ ജേണിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം ഞാൻ നിങ്ങളോട് 2026 ഈ ഒരു വീഡിയോ കൂടെയാണ് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഇനി അങ്ങോട്ടൊരു 3-4 വർഷത്തേക്കും ഈ ഒരു സ്പെസിഫിക്കേഷൻ തന്നെ ഏകദേശം മതിയായിരിക്കും. അപ്പോൾ ഇറ്റ്സ് മീ ജോബിൻ സെൽവാനോസ് ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. നിങ്ങളൊരു സ്റ്റുഡന്റോ അല്ലെങ്കിൽ IT ഫീൽഡിൽ ജോബ് സെറ്റ് ആക്കണമെന്ന് വിചാരിച്ച് ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി ഇറങ്ങുമ്പോൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇതിനൊക്കെ കുറെ ടേംസ് ഉണ്ട്. CPU, RAM, GPU, SSD ഇതുപോലെ പല കാര്യങ്ങളും കേട്ട് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ ബഡ്ജറ്റിന്റെ ഉള്ളിൽ ഏത് പർച്ചേസ് ചെയ്യണം, അതുപോലെ തന്നെ ബഡ്ജറ്റിന്റെ ഉള്ളിലായാൽ പോലും നമ്മുടെ കാര്യങ്ങളും നടക്കണം എന്നുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങാനാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും ക്ലാരിഫിക്കേഷൻ കിട്ടാത്തത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ഗൈഡ് ആണ്. കാരണം ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷനോ അല്ലെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡ് പ്രൊഡക്റ്റ് വാങ്ങണമെന്നോ അല്ല, നിങ്ങൾക്ക് റിയലി വേണ്ട സ്പെസിഫിക്കേഷൻസ് ക്ലിയർലി നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ്. അതുപോലെ ഈ ലാപ്ടോപ്സിന്റെ കുറെ മാർക്കറ്റിംഗ് ഫീച്ചേഴ്സ് നിങ്ങളുടെ തലയിൽ കുത്തിക്കയറ്റാനല്ല പറയുന്നത്. നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഓരോ ഡൊമൈൻസും ഞാൻ പറഞ്ഞിട്ട് ആ ഓരോ ഡൊമൈൻസിന് എന്ത് സ്പെസിഫിക്കേഷൻ വേണമെന്നാണ് ഞാൻ നിങ്ങൾക്ക് ക്ലിയർലി പറഞ്ഞു തരാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചൂസ് ചെയ്യണം, മാക് സെലക്ട് ചെയ്യണോ, ലിനക്സ് സെലക്ട് ചെയ്യണോ, വിൻഡോസ് സെലക്ട് ചെയ്യണോ, ഇതൊക്കെയാണ് മോസ്റ്റ് കൺഫ്യൂസിംഗ് കാര്യങ്ങൾ. അതും ഞാൻ ക്ലിയർലി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ലാപ്ടോപ്പ് മാത്രം കയ്യിലുണ്ടായിരുന്നെന്ന് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ സക്സസ് ആവാൻ വേണ്ടിയുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞു തരാം. അപ്പൊ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരുന്നു. ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഒരു സത്യം വിളിച്ചു പറയാം. ഒരു സിംഗിൾ ബെസ്റ്റ് കോഡിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ഈ ലോകത്തിലെ അവൈലബിൾ അല്ല ഗൈസ്. കാരണം ഇതെല്ലാം മെഷീൻസ് ആണ്. മെഷീൻസ് ഓരോ യൂസ് കേസസിന് വേണ്ടിയാണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പൊ ഞാൻ വെബ് ഡെവലപ്മെന്റിന് വേണ്ടി വാങ്ങുന്ന ഒരു ലാപ്ടോപ്പ് എനിക്ക് ചിലപ്പോൾ മെഷീൻ ലേണിംഗ് അതുപോലത്തെ ഹൈ ഇന്റൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഗെയിം ഡെവലപ്മെന്റ് ഒന്നും എനിക്ക് അതിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഹാർഡ്വെയർ, നിങ്ങൾ ഏത് ഡെവലപ്മെന്റ് ആണ് ചൂസ് ചെയ്യുന്നത് നല്ല മാറ്റർ ആണ്. അപ്പൊ നമുക്ക് ഓരോ ഡൊമൈൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമുക്ക് വെബ് ഡെവലപ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ വെബ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രൗസറിൽ കാണുന്ന എല്ലാ വെബ്സൈറ്റ്സും അല്ലെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ വെബ് ആപ്ലിക്കേഷൻസ് എല്ലാം വെബ് ഡെവലപ്മെന്റിന്റെ അണ്ടറിൽ വരുന്നതാ. വെബ്സൈറ്റിന്റെ ഫ്രണ്ട് എൻഡ് അതായത് യൂസർ കാണുന്ന സൈഡ് ഡെവലപ്പ് ചെയ്യുന്നു, ബാക്ക് എൻഡ് അതായത് സെർവറും അതിന്റെ ലോജിക് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു. ഇതെല്ലാം ഒരു വെബ് ഡെവലപ്പറിന്റെ ജോബാണ്. അപ്പൊ ഈ വെബ് ഡെവലപ്പർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസും ഫ്രെയിംവർക്കും റൺ ചെയ്യാൻ അത്യാവശ്യം ഒരു ലോ സ്പെക് ആയാലും റൺ ആവും. പക്ഷേ ഈ മോഡേൺ വെബ് ബ്രൗസേഴ്സും അതിന്റെ ആവശ്യമുള്ള ടൂൾസും റൺ ചെയ്യാൻ അത്യാവശ്യം ഒരു റിസോഴ്സസ് ഒക്കെ വേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യാം ഒരു മിനിമം 6GB റാം വേണം. ഈവൻ ഒരു 4GB റാം ഉണ്ടെങ്കിൽ പോലും റൺ ചെയ്യും. പക്ഷെ ഒരു 6GB റാം നോക്കുന്നത് നല്ലതായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം ഓരോ സംഭവങ്ങൾ റൺ ചെയ്യാനും. ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ക്ലോസ് ചെയ്യേണ്ടി വരും. പിന്നെ ബഡ്ജറ്റ് അലോ ചെയ്യുമെങ്കിൽ 16GB ലോട്ടൊക്കെ പോവാം. പക്ഷെ അത് സ്റ്റുഡൻസ് നോക്കണമെന്നില്ല. അതൊരു വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ നോക്കിയിട്ടേ കാര്യമുള്ളൂ. കാരണം മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് റൺ ചെയ്യണം, നല്ല സ്കെയിലുള്ള പ്രൊജക്ട്സ് ഒക്കെ റൺ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് സ്പെക്ക് വേണ്ടി വരും. അടുത്തതിന്റെ പ്രോസസറാണ് CPU. നമുക്കൊരു അത്യാവശ്യം ഒരു i5 ഓർ i7 വാങ്ങുന്നതാണ് ബെറ്റർ. ബഡ്ജറ്റിന് അനുസരിച്ച് വാങ്ങിച്ചാൽ മതി. i5 ആണ് മിനിമം, i7 ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. പിന്നെ അവിടെ തന്നെ മാക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവിടെ അവർ ചൂസ് ചെയ്യേണ്ടത് ആപ്പിളിന്റെ സിലിക്കൺ ചിപ്പ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അവൈലബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. മാക് വാങ്ങണോ വിൻഡോസ് വാങ്ങണോ എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. ബട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത് മിനിമം സ്പെക്ക് ആണ്. പിന്നെ ഈ പ്രോസസർ വാങ്ങുമ്പോൾ വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ലേറ്റസ്റ്റ് ജനറേഷൻ ആയിരിക്കാൻ ചിന്തിക്കുക. ഇപ്പോ i7ന്റെ പഴയ ജനറേഷനും i5ന്റെ പുതിയ ജനറേഷനും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ i5ന്റെ പുതിയ ജനറേഷൻ ആയിരിക്കും എക്സൽ ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അത്യാവശ്യം എല്ലാ ഷോപ്പുകളിലും ആമസോണിലും എല്ലാം ലേറ്റസ്റ്റ് ജനറേഷൻസേ കാണത്തുള്ളൂ. ബട്ട് എന്നാലും ജനറേഷൻ ഒന്ന് നോക്കുന്നത് വെർത്തായിരിക്കും. അടുത്തൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് സ്റ്റോറേജ്. നമുക്കിപ്പോ ഹാർഡ് ഡിസ്ക് അവൈലബിൾ ആണ്, SSD അവൈലബിൾ ആണ്. ഒരിക്കലും ഹാർഡ് ഡിസ്കിന്റെ പുറത്ത് പോവരുത്. SSD തന്നെ നോക്കി വാങ്ങാം. SSD കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ പോലും ഹാർഡ് ഡിസ്കിന് പുറത്ത് SSD വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ ഒരു വെബ് ഡെവലപ്പറിന് എത്ര സ്റ്റോറേജ് വേണമെന്ന് ചോദിച്ചാൽ ഒരു മിനിമം 512GB ഉണ്ടെങ്കിൽ നല്ലതാണ്. 256GB ആയാലും നമുക്ക് അത്യാവശ്യം പഠിക്കാനും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. ബട്ട് 512 ഉണ്ടെങ്കിൽ അത് റെക്കമെൻഡബിൾ ആണ്. അടുത്ത രണ്ടാമത്തെ ഡൊമൈൻ ആണ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്. മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിലോട്ട് വരുമ്പോൾ നമുക്ക് അവിടെ ഇമുലേറ്റേഴ്സും കമ്പൈലിംഗ് ടൈം ഒക്കെ ഉണ്ട്. ഇമുലേറ്റേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് മൊബൈലിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ. അപ്പൊ ലാപ്ടോപ്പിൽ തന്നെ നമുക്ക് മൊബൈൽ പോലത്തെ ഒരു സിസ്റ്റം ഡൗൺലോഡ്
ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ മൊബൈൽ പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ബിൽഡ് ചെയ്യുന്ന ആപ്പിന്റെ പ്രൊജക്ട് ഫയൽ റൺ ചെയ്യുമ്പോൾ കമ്പൈലേഷനും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി അത്യാവശ്യം റിസോഴ്സസ് വേണ്ടിയുണ്ട്. പിന്നെ വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് ഓപ്പറേഷൻ സിസ്റ്റം ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മളിപ്പോൾ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിന്റെ iOS ആപ്പിന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക് വേണം എന്നുള്ളത് മസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിലോട്ടാണ് പോണേന്നുണ്ടെങ്കിൽ നമുക്ക് ഏതായാലും മതി, ഓക്കെ ആണ്. പിന്നെ നോക്കേണ്ടത് റാം ആണ്. റാം 16 GB മിനിമം വേണം. പിന്നെ മാക്സിമം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 32 GB വാങ്ങുന്നതായിരിക്കും കുറച്ചും കൂടെ ഒപ്റ്റിമം. ഇപ്പം 16 ഉണ്ടെന്ന് പറഞ്ഞ് വലിയ പ്രശ്നമൊന്നുമില്ല, ബട്ട് 32 ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു പോകും. പിന്നെ CPU അത്യാവശ്യം പ്രോസസിംഗ് പവർ ഉള്ള CPU തന്നെ വാങ്ങണം. അതായത് മിനിമം ഒരു i7 പ്രോസസർ തന്നെ വാങ്ങാം. ബഡ്ജറ്റ് അലോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ i9 വാങ്ങിച്ചാലും ബെസ്റ്റ് ആയിരിക്കും. അതുപോലെ അതിൽ മാക് എടുക്കാനാണ് ചോയ്സ് എന്ന് വെച്ചാൽ ഒരു മിനിമം M2 എങ്കിലും എടുക്കാൻ നോക്കാം. അല്ല ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു M3 പ്രോയോ M4ഓ എടുക്കുന്നത് ബെറ്റർ ആയിരിക്കും. സ്റ്റോറേജിന്റെ കേസിൽ ഹാർഡ് ഡിസ്ക് എടുക്കരുത്, SSD തന്നെയാണ് ചൂസ് ചെയ്യേണ്ടത്. അത് 512 GB മിനിമം എന്തായാലും നോക്കാം. പിന്നെ 1 TB വരെ എടുക്കാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആണ്. കാരണം ഈ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റിൽ ഈ ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അത് വീണ്ടും വലുതായിക്കൊണ്ടിരിക്കും. നമ്മളൊരു വലിയ ആപ്പ് ഒക്കെ ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ സ്റ്റോറേജ് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതുപോലെ ഒരു 5-6 ആപ്ലിക്കേഷൻ നമ്മൾ അറ്റ് എ ടൈമിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമാവും. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊജക്ട്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എൻഡ് അപ്പ് ആവാതിരിക്കാൻ നല്ല സ്റ്റോറേജ് നോക്കിയെടുക്കുക. അടുത്ത മൂന്നാമത്തെ ഡൊമൈൻ ആണ് ഡേറ്റ സയൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഏരിയ. അപ്പൊ ഈ ഒരു ഏരിയയിലാണ് ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഇവിടെ മെയിൻലി വേണ്ടത് മെമ്മറി ആണ്. ഇപ്പൊ വലിയ GPU ഒന്നും നിങ്ങൾക്ക് വേണമെന്നില്ല. ഇനിഷ്യലി ഫസ്റ്റ് തന്നെ ഒരു വലിയ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊന്നും വാങ്ങണമെന്നില്ല. കാരണം ഇപ്പൊ പല കാര്യങ്ങളും നമുക്ക് ക്ലൗഡിൽ ചെയ്ത് നോക്കാൻ പറ്റും. ക്ലൗഡ് നോട്ട്ബുക്ക് ആയ കൊളാബും കാഗിൾ പോലത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാന്നേ ഉള്ളൂ. പിന്നെ ലോക്കലിലും അത്യാവശ്യം റൺ ചെയ്യാൻ പറ്റുന്ന ഒരു GPU മാത്രം മതിയായിരിക്കും ഇനിഷ്യലി. കാരണം പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ അത്ര വലിയ ഡേറ്റ സെറ്റിലൊന്നും ചിലപ്പം വർക്ക് ചെയ്യണമെന്നില്ല. അഥവാ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പല സർവീസസിലും ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ മന്ത്ലി വല്ലതും കൊടുത്ത് നമുക്ക് റൺ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാവും. ഇവിടെ റാം മിനിമം ഒരു 16 GB എങ്കിലും വരണം. പക്ഷെ ഹോണസ്റ്റ്ലി പറയണമെന്നുണ്ടെങ്കിൽ ഒരു 32 ഉണ്ടെങ്കിൽ ബെറ്റർ ആണ്. കാരണം ലാർജ് ഡേറ്റ സെറ്റും മോഡലും നമ്മൾ റൺ ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് അത്യാവശ്യം ലോഡ് ഉണ്ട്. അടുത്തതായി CPU ആണ്. CPU എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മൾട്ടി കോർ CPU തന്നെ നമുക്ക് വേണ്ടി വരും. എന്നാലേ നമുക്ക് പ്രീ പ്രോസസിംഗ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ GPU സ്പെസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ NVIDIAയുടെ RTX 3050 ഒരു 6 GB റേഞ്ച് നോക്കിയാൽ മതിയാവും ഇനിഷ്യലി പഠിച്ചു തുടങ്ങുന്ന ഓരോരുത്തരും. പിന്നെ സ്റ്റോറേജിന്റെ കേസിൽ ഒബിയസ്ലി SSD ആണ്. പിന്നെ അതിൽ NVMe SSD ആണോ എന്ന് തന്നെ ഒന്ന് നോക്കാം. അതാണ് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള SSD. പിന്നെ ഒരുപാട് വലിയ ഡേറ്റാ സെറ്റ്സും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും സ്റ്റോറേജ് വേണം. അപ്പൊ 512 to 1 TB എന്തായാലും റെക്കമെൻഡബിൾ ആണ്, മിനിമം ആണ്. പിന്നെ അടുത്ത് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഒരു ഏരിയ ആണ് ഗെയിം ഡെവലപ്മെന്റ്. ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരുപാട് ആനിമേഷനും 3Dയും കാര്യങ്ങളും എല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിന് റെൻഡറിംഗ് നല്ല പവർഫുൾ ആയിട്ടുള്ള സിസ്റ്റം നമുക്ക് വേണ്ടി വരും. ആദ്യം തന്നെ നമുക്ക് ഗ്രാഫിക്സ് കാർഡ് അല്ലെങ്കിൽ GPU നോക്കാം എങ്ങനെ വേണമെന്ന്. നമുക്ക് ഇതിൽ ഡെഡിക്കേറ്റഡ് GPU തന്നെ വേണം, അല്ലാതെ ഇന്റഗ്രേറ്റഡ് പോരാ. ഇന്റഗ്രേറ്റഡ് ഫുൾ റെൻഡറിംഗും അതിന്റെ ഷെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നും പെർഫെക്റ്റ്ലി മാനേജ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഡെഡിക്കേറ്റഡ് GPU തന്നെ ഉണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മിനിമം 8 GB അല്ലെങ്കിൽ മാക്സിമം 12 GB എങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ്ലി ഒരു സീൻ റെൻഡർ ചെയ്യുക, അതുപോലെ തന്നെ ഓരോ 3D മോഡൽസ് റെൻഡർ ചെയ്യുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നല്ല സ്മൂത്ത് ഫ്ലോയിൽ അത് നടക്കത്തുള്ളൂ. പിന്നെ റാമിന്റെ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ 16 GB മസ്റ്റ് ആണ്. പിന്നെ 32 GB വേണ്ടി ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ആണ്. കാരണം റാം ആണ് ഇവിടെ ഗെയിമിന്റെ എഞ്ചിൻസ് റൺ ചെയ്യുക, അതുപോലെ തന്നെ ഈ ക്രിയേറ്റീവ് സോഫ്റ്റ്വെയർ ഇതിന്റെ കൂടെ തന്നെ കൺകറന്റ്ലി റൺ ചെയ്യിപ്പിക്കുക. അടുത്തതായി CPU ആണ്. ഈ CPU ആണ് ഗെയിമിന്റെ കമ്പൈലേഷനും അതുപോലെ തന്നെ ഗെയിമിന്റെ ലോജിക് ഒക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പൊ CPU നല്ല പവർഫുൾ ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന് കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന് എൻഷുർ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ സിസ്റ്റം പെട്ടെന്ന് തന്നെ ഹീറ്റപ്പ് ആവാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതയെന്നല്ല, എന്തായാലും ഹീറ്റ് ആവും. അപ്പൊ എന്തായാലും ഒരു കൂളിംഗ് സിസ്റ്റം ഉള്ളത് തന്നെ നോക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ മിനിമം ഇന്റലിന്റെ ആണെന്നുണ്ടെങ്കിൽ കോർ i7 വാങ്ങിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ AMDയുടെ ആണെങ്കിൽ Ryzen 7 മതിയാവും. പിന്നെ ഗെയിം ഡെവലപ്മെന്റിന് അത്യാവശ്യം സ്റ്റോറേജ് വേണം. അപ്പോൾ 1 TB to 2 TB നോക്കുന്നത് എന്തുകൊണ്ട് ബെറ്റർ ചോയ്സ് ആണ്. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങണോ അതോ അല്ലാതെ PC ബിൽഡ് ചെയ്തെടുക്കണോ എന്ന് ചിന്തിക്കാം. ഇപ്പൊ ലാപ്ടോപ്പ് വാങ്ങണ ബഡ്ജറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ PC അതിലും കൂടുതൽ സ്പെക് ഉള്ള PC നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് പോർട്ടബിലിറ്റി കാണത്തില്ല. നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊരു കോവർക്കിംഗ് സ്പേസിൽ പോയിരുന്ന് പഠിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്ന് വർക്ക് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ആയിരിക്കും ബെസ്റ്റ് ചോയ്സ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇതേ സെയിം സാധനം തന്നെ മെഷീൻ ലേണിംഗ്
ഡേറ്റാ സയൻസ് അവർക്കും ആപ്ലിക്കബിൾ ആണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ്സ് സെയിം സിസ്റ്റത്തിൽ തന്നെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു PC ബിൽഡ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ചോയ്സ്. പക്ഷെ നിങ്ങളുടെ കൺസ്ട്രെയിൻസ് അനുസരിച്ച് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുക ഏതാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന്. അടുത്തതായിട്ട് സൈബർ സെക്യൂരിറ്റി ആണ്. അതിപ്പോ ഒഫൻസീവ് ആവാം ഡിഫെൻസീവ് ആവാം. സൈബർ സെക്യൂരിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ നാൾക്ക് മുമ്പ് ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് നമുക്കൊരു അത്യാവശ്യം നല്ല സ്പെക്ക് വേണം, എന്നാലേ നമുക്ക് പല സെർവേഴ്സും നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ട് ഇതിനൊന്ന് ഹാക്ക് ചെയ്ത് ട്രൈ ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ അറ്റാക്ക് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ഡിഫെൻസ് ചെയ്ത് ട്രൈ ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്പെക്ക് വേണമെന്നാണ് വിചാരിച്ചിരുന്നത്. കാരണം പല വെബ്സൈറ്റ്സ് ഉണ്ട്, ഇതിലെല്ലാം ഈ സെർവേഴ്സിന്റെ ഒരു ഇമേജ് കിട്ടും. ഇമേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സംഭവം നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ മതി, എന്നിട്ട് അത് നമുക്ക് ഇതിൽ സെറ്റപ്പ് ചെയ്താൽ നമ്മളെ സെർവർ എങ്ങനെയായിരിക്കും ആക്ച്വലി റൺ ചെയ്യുക അതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യും. അതിനെ നമ്മൾ അറ്റാക്ക് ചെയ്ത് പഠിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാക്ക് ദ ബോട്ട്സ്, അതുപോലെ തന്നെ ട്രൈ ഹാക്ക് മീ, ഇതുപോലത്തെ പല പ്ലാറ്റ്ഫോംസും ഉണ്ട്. ഇതുപോലത്തെ സെർവർ അവർ സെറ്റപ്പ് ചെയ്ത് തരും, നമ്മൾ അതിനെ അറ്റാക്ക് ചെയ്ത് പഠിച്ചാൽ മതി. നമുക്ക് ആ ഒരു ഫുൾ റിസോഴ്സ് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു വെബ് ഡെവലപ്മെന്റിന് പറഞ്ഞ ഒരു റിസോഴ്സും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂട്ടി ഒന്ന് എടുക്കാം. അപ്പൊ ആ ഒരു രീതിയിൽ എടുത്താൽ മതിയാവും. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് ഏറെക്കുറെ എല്ലാ ഈ ഒരു ഡൊമൈൻസിലും കുറച്ച് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇങ്ങനെ കയറി വരും. അപ്പം നമ്മൾ ഫുൾ ഹാർഡ്വെയർ നമ്മൾ ഓൺ ചെയ്യണമെന്ന് ഇല്ലെന്നാ എനിക്കും തോന്നുന്നത്. അത് ഇനി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളാണല്ലോ, അത് ഇനി നമുക്ക് നോക്കിയിരുന്ന് കാണാം. കാരണം ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നല്ല രീതിയിൽ വളരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഹാർഡ്വെയർ സിസ്റ്റം നമ്മളെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അവിടെ പ്രൈസിങ് മാറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കൺസേൺ വരുമ്പോഴാണ് നമ്മൾ എന്തുകൊണ്ടും ഹാർഡ്വെയറിലോട്ട് മാറുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരിക. അപ്പൊ ഇതൊക്കെയാണ് ഓവറോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ എല്ലാ ഡൊമൈൻസും. ഇനി നമുക്ക് മാക് എടുക്കണോ വിൻഡോസ് എടുക്കണോ ലിനക്സ് എടുക്കണോ എന്നുള്ളതിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് വിൻഡോസിനെ പറ്റി സംസാരിക്കാം. വിൻഡോസ് ഒരു നല്ല OS തന്നെയാണ്, എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ആപ്പിളിന്റെ ലാപ്ടോപ്പ് അല്ലാതെ ഏത് ലാപ്ടോപ്പ് എടുത്താലും നമുക്ക് വിൻഡോസേ കിട്ടത്തുള്ളൂ ബൈ ഡിഫാൾട്ട്. ഇപ്പൊ വിൻഡോസിൽ മാത്രമേ ഈ ഡെവലപ്മെന്റും കോഡിങ്ങും ചെയ്യാൻ പറ്റുന്ന പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പൊ .NET അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഈ മോസ്റ്റ് ഓഫ് ദി ഡെവലപ്പേഴ്സിനും ഇഷ്ടം ലിനക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് വിൻഡോസിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, വിൻഡോസ് സബ്സിസ്റ്റം ഫോർ ലിനക്സ് എന്ന് പറഞ്ഞാൽ WSL. അത് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിൻഡോസിലും ലിനക്സ് പോലത്തെ ഒരു ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. പക്ഷേ അത് കുറച്ച് ലോഡ് നമ്മുടെ കമ്പ്യൂട്ടറിന് ആക്ച്വലി കൊടുക്കുകയാണ്. നമ്മൾ ആക്ച്വലി ലിനക്സിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ഫ്രണ്ട്ലി ആണ് ലിനക്സ്. ഞാൻ ആക്ച്വലി എന്റെ ജേർണി തുടങ്ങിയ സമയത്ത് ഞാൻ വിൻഡോസിലായിരുന്നു തുടങ്ങിയത്. പിന്നീട് ഞാൻ എല്ലാവരും ഇങ്ങനെ യൂണിറ്റ്സ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലോട്ട് മാറണയാണ് നല്ലതെന്ന് പറയുന്നുണ്ടായിരുന്നു. യൂണിറ്റ്സ് ബേസ്ഡ് എന്ന് പറയുമ്പോൾ മാക് ഉണ്ട് ലിനക്സ് ഉണ്ട്. അപ്പോൾ എനിക്കന്ന് മാക് വാങ്ങാനുള്ള ഒരു ബഡ്ജറ്റ് കയ്യിലില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ വിൻഡോസിനെ ലിനക്സ് ആക്കാൻ പറ്റും. പക്ഷെ ഫുള്ളി മാറ്റിയ ഞാൻ റിഗ്രറ്റ് അടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡ്യുവൽ ബൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വിൻഡോസും യൂസ് ചെയ്യാൻ പറ്റും ലിനക്സും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെ ഉബണ്ടു ആയിരുന്നു അന്ന് ഡൗൺലോഡ് ചെയ്തത്. അങ്ങനെ ഉബണ്ടു ട്രൈ ഔട്ട് ചെയ്ത് നോക്കി ഒരു 2-3 ദിവസം, ഒരു ഫസ്റ്റ് 1-2 ദിവസം ഇതെന്താ സാധനം എന്ന് തോന്നി. പക്ഷെ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് വിൻഡോസിൽ വരുമ്പോൾ വിൻഡോസ് ഇത് എന്താ സാധനമെന്ന്. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു വിൻഡോസ് ലാപ്പ് കിട്ടിയ ഞാൻ ഇറിറ്റേറ്റഡ് ആവും. കാരണം അത് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ലിനക്സ് ബേസ്ഡ് അല്ലെങ്കിൽ യൂണിക്സ് ബേസ്ഡ് സിസ്റ്റത്തിൽ കിട്ടുന്ന ആ ഒരു എനിക്കൊരു ഫ്ലോ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ഫുള്ളി ലിനക്സ് ആക്കി എന്റെ ലാപ്ടോപ്പ്. പിന്നെ ഞാൻ അത്യാവശ്യം ബഡ്ജറ്റ് ഒക്കെ കണ്ടുപിടിച്ച് ഞാൻ ഒരു മാക് ഓൺ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. ഡെവലപ്മെന്റ് ഫ്രണ്ട്ലി എപ്പോഴും യൂണിറ്റ്സ് ബേസ്ഡ് സിസ്റ്റം ആണ്. അപ്പോൾ ടെർമിനൽ യൂസ് ചെയ്യാനായാലും ഒരുപാട് കമാൻഡ്സ് റൺ ചെയ്യാനായാലും അതുപോലെ തന്നെ സിസ്റ്റം ലെവലിലുള്ള കുറെ റിസോഴ്സസ് അക്സസ് ചെയ്യാനും എപ്പോഴും ലിനക്സ് തന്നെയാണ് ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വിൻഡോസ് എടുത്തിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് ഒന്ന് ലിനക്സ് ഇൻസ്റ്റാൾ ചെയ്യണത് ബെറ്റർ ആയിരിക്കും. അതിൽ തന്നെ ഉബണ്ടു ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ആപ്പ് ഡെവലപ്മെന്റിൽ iOS ഡെവലപ്മെന്റ് ആണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്കിലോട്ട് പോകുന്നത് ബെറ്റർ ചോയ്സ് ആയിരിക്കും. മാക് എന്തുകൊണ്ടും നല്ലതാണ്, ലിനക്സും അടിപൊളിയാണ്. പിന്നെ ഒരു ഹാർഡ് ട്രൂത്തും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എത്ര എക്സ്പെൻസീവ് ലാപ്ടോപ്പ് ഉണ്ടായാലും നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ കറക്റ്റ് ഗൈഡൻസിൽ കൂടെ അല്ല പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സക്സസ്ഫുൾ കരിയർ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര എക്സ്പെൻസീവ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വെറുതെ ഇരുന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് എല്ലാവരും ബ്രോ ക്യാമ്പിലോട്ട് വന്നോ. നിങ്ങൾക്ക് എല്ലാവർക്കും ജോബ് സെറ്റ് ആക്കാം, നല്ല പ്ലേസ്മെന്റും ഉണ്ട്. നിങ്ങൾ വീട്ടിൽ ഇരുന്ന് പഠിച്ചാലും മതി, നിങ്ങൾക്ക് ജോബ് സെറ്റ് ആക്കാന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മുടെ ചാനലിൽ എല്ലാ റിസോഴ്സസും ഉണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതെല്ലാം ആക്സസ് ചെയ്ത് കോഡിംഗ് പഠിക്കുക. ഇപ്പൊ വെബ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, സൈബർ സെക്യൂരിറ്റി ആയിക്കോട്ടെ. ഇപ്പൊ സൈബർ സെക്യൂരിറ്റിന്റെ ചലഞ്ച് നടന്നുകൊണ്ടിരിക്കുക. ഇതുപോലെ പല ഡൊമൈൻസിന്റെ ട്യൂട്ടോറിയൽസ് നമ്മൾ ആൾറെഡിയും ചെയ്തിട്ടുണ്ട്, ഇനി അങ്ങോട്ടും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ട് നിങ്ങൾ എന്തായാലും സെറ്റ് ആക്കാൻ നോക്കാം. ഈ ബ്രോ ക്യാമ്പ് എന്താണെന്ന് അറിഞ്ഞൂടാത്തവരോട് എന്താ പറഞ്ഞു? അർജുൻ പറയാ ബ്രോ ക്യാമ്പ് അറിഞ്ഞൂടാത്ത ആൾക്കാരും ഉണ്ടെന്ന്. ഈ ലോകത്ത് ബ്രോ ക്യാമ്പ് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടോ? ബ്രോ ക്യാമ്പ് എന്താണെന്ന് അറിഞ്ഞൂടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ബ്രോ ക്യാമ്പ് എന്താണെന്ന് പറഞ്ഞുതരാം. ബ്രോ ക്യാമ്പ് എന്ന് പറഞ്ഞ ഒരു 12 മന്ത് ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ആയിട്ടുള്ള ഒരു ഇന്റൻസീവ് പ്രോഗ്രാം ആണ്. ഇവിടെ വരുന്ന സ്റ്റുഡൻസ് എല്ലാവരും കോഡിംഗിൽ അല്ലെങ്കിൽ IT ഫീൽഡിൽ നല്ലൊരു ഡ്രീം കരിയർ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ്. ആവറേജ് ഒരു 40,000 സാലറി കിട്ടുന്ന ഒരു പ്ലേസ്മെന്റും ഉണ്ട് ഇവിടെ. അതുപോലെ അവരെ ഗൈഡൻസ് ചെയ്യാൻ വേണ്ടി ഇൻഡസ്ട്രിയിൽ റിയലി വർക്ക് ചെയ്യുന്ന മെന്റേഴ്സും അതിന് പുറത്ത് ഇവർ റിയൽ പ്രൊജക്ട്സും ബിൽഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് എക്സ്പെൻസീവ് ലാപ്ടോപ്പ് മാത്രമല്ല അവർ ഹോൾഡ് ചെയ്യുന്നത്, എക്സ്പെൻസീവ് ആവണമെന്നില്ല. അതിന് പുറത്ത് അവർ കറക്റ്റ് ഗൈഡൻസിലൂടെ പോയി റിയൽ വേൾഡ് പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വർക്ക്ഔട്ട് ചെയ്ത് ലൈഫിൽ സെറ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് നമ്മളെ കൂടെ നമ്മളിവിടെ ഓഫീസിൽ വന്നിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ജോബ് സെറ്റ് ആക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു റൈറ്റ് ലാപ്ടോപ്പ്
ചൂസ് ചെയ്യും പോലെ തന്നെയാണ് നിങ്ങൾ ഒരു റൈറ്റ് കരിയർ വേയിലൂടെ തന്നെ പഠിച്ചു പോകുന്ന എൻഷുർ ചെയ്യുക. അതിപ്പോ നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കാനായാലും നമ്മളെ ഇവിടെ ബ്രോ ക്യാമ്പിൽ വരുന്ന സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്നതായാലും സെയിം ഇതാണ്. കറക്റ്റ് ഡയറക്ഷൻ ഉണ്ടാവുക, നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇൻഡസ്ട്രിയിൽ വാല്യൂ ഉള്ളതാണെന്ന് മനസ്സിലാക്കുക, പ്രൊജക്ട്സ് ബിൽഡ് ചെയ്യുക, ഇതിന് പുറത്ത് നല്ല മെന്റേഴ്സിനെ ഫൈൻഡ് ചെയ്യുക, അവരെ നിന്നൊക്കെ നല്ല സപ്പോർട്ടീവ് ക്രിറ്റിസിസവും അതുപോലെ തന്നെ ഫീഡ്ബാക്കും കണ്ടിന്യൂസ്ലി നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഡൊമൈൻസിൽ നിന്ന് നിങ്ങളെ എക്സൈറ്റ് ചെയ്ത ഡൊമൈൻ ഏതാണ്, അത് നിങ്ങൾ കുറച്ചും കൂടെ അതിനെക്കുറിച്ച് അന്വേഷിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷം അതിനനുയോജ്യമായ ഒരു ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക, നിങ്ങൾ കരിയർ സെറ്റ് ആക്കുക. ഇനി നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഡൊമൈൻ ഏതാണെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ എക്സ്പേർട്സിനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനേ ഉള്ളൂ. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ലിങ്ക് കയറി ഒന്ന് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കരിയർ എക്സ്പേർട്സ് നിങ്ങളെ ഒന്ന് കോൾ ചെയ്യും. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പും കാര്യങ്ങളും എല്ലാം വെച്ച് നിങ്ങൾക്ക് വെബ് ഡെവലപ്മെന്റ് ആണോ മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ് ആണോ ഏതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ട് ചെയ്യാന്ന് അവർ പറഞ്ഞു തരും. അതിനുശേഷം നിങ്ങളൊന്ന് റിസർച്ച് ചെയ്ത് നിങ്ങൾ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുക, അതിനുശേഷം കോഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് തീർക്കുക. അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തുടങ്ങുക. ഹാപ്പി കോഡിംഗ്. ഇറ്റ്സ് മീ ജോബിൻ സൽവാനോ സൈനിങ് ഔട്ട്.